ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിലെ പരിസര പഠനം EVSലെ 4ാമത്തെ ചാപ്റ്ററിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ നമ്മുടെ പഠനത്തിലേക്ക് വരാം. വെക്കേഷനും കഴിഞ്ഞു, അടിച്ചു പൊളിച്ചു അല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ പാഠഭാഗത്ത് പഠിക്കാനുള്ളത് എന്ന് നോക്കാം. കൂട്ടുകാർ റെഡിയാണോ? 4ാമത്തെ യൂണിറ്റ് വൃത്തി നൽകും ശക്തി. ഓക്കെ, വൃത്തി എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലേ. അപ്പോൾ വൃത്തി നമുക്ക് എന്താ നൽകുന്നത് എന്നാ പറഞ്ഞത്? നല്ല ശക്തി, നല്ല സ്ട്രോങ് നൽകും അല്ലേ. അപ്പം നമ്മൾ എപ്പോഴും വൃത്തിയുള്ള കുട്ടികളായിരിക്കണം. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു ഡോക്ടർ പറയുകയാണ്, ആരോഗ്യമുള്ള ജീവിതത്തിന് വൃത്തി പ്രധാനമാണെന്ന് മനസ്സിലായല്ലോ. ഇതേപറ്റി നിങ്ങൾക്കുള്ള സംശയങ്ങൾ ചോദിക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സ്കൂൾ പാർലമെന്റിന്റെ നേതൃത്വത്തിൽ വ്യക്തി ശുചിത്വവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. കുട്ടികൾ ഡോക്ടറോട് നിരവധി സംശയങ്ങൾ ചോദിച്ചു. ഡോക്ടർ സംശയങ്ങൾക്കെല്ലാം ഉത്തരം നൽകി. ഡോക്ടറുടെ ക്ലാസ്സിൽ പങ്കെടുത്തതിന് ശേഷം അലൻ തന്റെ നോട്ട്ബുക്കിൽ കുറിച്ചത് വായിക്കാം. അപ്പൊ അലൻ കുറിച്ചതാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. എന്തൊക്കെയാണ്? കുളിക്കുമ്പോഴും മറ്റു പ്രവൃത്തികൾ ചെയ്യുമ്പോഴും നാം അറിയാതെ കൈകളിൽ അഴുക്ക് പുരളാൻ സാധ്യതയുണ്ട്. ഇതിൽ പല രോഗാണുക്കളും ഉണ്ടാകാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോപ്പിട്ട് കൈകൾ കഴുകുമ്പോൾ രോഗാണുക്കൾ നശിച്ചു പോകുന്നു. അതിനുശേഷം നോക്കൂ, സ്കൂളിൽ നിന്നും വന്നതല്ലേ, പോയി കൈയും മുഖവും സോപ്പിട്ട് കഴുകൂ എന്നാണ് അമ്മ കുട്ടിയോട് പറയുന്നത്. കുട്ടി പറയാണ്, ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം കൈകൾ സോപ്പിട്ട് കഴുകണം എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും എന്ന് കുട്ടി ചിന്തിക്കുകയാണ് അല്ലെ. ഇവിടെ ചിത്രം കണ്ടല്ലോ, എപ്പോഴൊക്കെയാണ് നാം കൈകൾ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കേണ്ടത്? നമ്മളെടുത്ത് അമ്മമാരൊക്കെ പറയാറുണ്ട് അല്ലെ, കൈ പോയി സോപ്പിട്ട് കഴുകിയിട്ട് വായോ എന്നൊക്കെ പറയാറുണ്ട്. എപ്പോഴൊക്കെയാണ് കൂട്ടുകാരെ നമ്മൾ കൈയൊക്കെ സോപ്പിട്ട് കഴുകേണ്ടത്? ഒന്ന്, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്, അതുപോലെ ഭക്ഷണം കഴിച്ചതിനു ശേഷം, ടോയ്ലറ്റ് ഉപയോഗിച്ചതിന് ശേഷം, യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ, പിന്നെ എപ്പോഴൊക്കെയാണ്? സ്കൂൾ വിട്ട് വീട്ടിലെത്തിയാൽ, അതുപോലെ തന്നെ കളി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുമ്പോൾ. അപ്പോൾ അവിടെ എഴുതേണ്ടത് സ്കൂൾ വിട്ട് വീട്ടിലെത്തുമ്പോൾ, കളി കഴിഞ്ഞ് വീട്ടിലേക്ക് കയറുമ്പോൾ. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം നിങ്ങൾ എന്ത് ചെയ്യണം? കൈ നല്ല സോപ്പൊക്കെ ഇട്ട് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകണം. കാരണം നമ്മുടെ കൈകളിലൊക്കെ അണുക്കൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ സ്കൂൾ വിട്ട് മാത്രമല്ല, നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൈയൊക്കെ സോപ്പിട്ട് കഴുകണം. എന്നിട്ട് അണുക്കളെയൊക്കെ നശിപ്പിച്ച് കളയണം. ഇനി വൃത്തിയുള്ള കൈകൾ. കൂട്ടുകാരെ, നിങ്ങളുടെ കൈകൾ വൃത്തിയുള്ളതാണോ? ഒന്ന് നോക്ക്, വൃത്തിയുണ്ടോ? നമുക്കൊന്ന് പരിശോധിച്ചാലോ? ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഒരു ബക്കറ്റിൽ വെള്ളം എടുക്കുക. അതിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് മേശപ്പുറത്ത് മാറ്റി വെക്കുക. എന്നിട്ട് എന്താ ചെയ്യണ്ടേ? കൈ കഴുകിയ വെള്ളം ശേഖരിക്കാനായി ഒരു ഒഴിഞ്ഞ ബക്കറ്റ് എടുക്കുക. ഓരോരുത്തരായി ഒഴിഞ്ഞ ബക്കറ്റിലേക്ക് കൈകൾ കഴുകുക. എല്ലാവരും കൈ കഴുകിയതിനു ശേഷം കഴുകിയ വെള്ളം ശേഖരിച്ച് ബക്കറ്റിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ആദ്യം മാറ്റിവെച്ച ഗ്ലാസ്സിനടുത്ത് വെക്കുക. ഇനി 2 ഗ്ലാസ്സിലെയും വെള്ളം തമ്മിൽ താരതമ്യം ചെയ്യൂ. അപ്പൊ എന്താ നമുക്ക് കാണാൻ പറ്റുക? ആദ്യം മാറ്റിവെച്ച വെള്ളം നല്ല വെള്ളമായിരിക്കും അല്ലെ. പിന്നെ കൈ കഴുകിയ വെള്ളമോ ഒരു ചെളി വെള്ളം പോലെ ഉണ്ടാവും. അപ്പൊ അത് നല്ലതാണോ? അല്ല. അപ്പൊ അതിലെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ കൈകളിലെല്ലാം ചെളിയുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. എന്താണ് നിങ്ങളുടെ കണ്ടെത്തൽ? ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കൈ കഴുകിയത്? എങ്ങനെയാണ് വൃത്തിയായി കഴുകേണ്ടത്? കഴുകലിന്റെ ഘട്ടങ്ങളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. 1, കൈകൾ നനച്ച് സോപ്പ് പതിപ്പിക്കുക. ഓക്കെ, കൈകൾ നനച്ചതിന് ശേഷമാണ് സോപ്പ് പതിപ്പിക്കേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്? സോപ്പ് പതയില്ല. ഇനി കൈവെള്ളകൾ കൂട്ടിത്തിരുമ്മി വൃത്തിയാക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അതിനുശേഷം കൈകളുടെ പിറകുവശം വിരലുകൾക്കിടയിലും വൃത്തിയാക്കുക. ഈ ചിത്രത്തിലേത് കാണിച്ചതുപോലെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ഇനി നഖങ്ങളും വിരലുകളുടെ അഗ്രഭാഗവും കൈവെള്ളയിൽ ഉരച്ച് വൃത്തിയാക്കുക. അതിനുശേഷം വിരലുകളും കുഴകളും മറുകൈ ഉപയോഗിച്ച് വൃത്താകൃതിയിൽ തിരുമ്മി വൃത്തിയാക്കുക. ശേഷം ഒഴുകുന്ന വെള്ളത്തിൽ കൈകൾ നന്നായി കഴുകി വൃത്തിയുള്ള തുണി കൊണ്ട് തുടക്കുക. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും നിങ്ങൾ കൈ കഴുകേണ്ടത്. വെറുതെ നമ്മൾ സോപ്പ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഹാൻഡ് വാഷ് ഇട്ടിട്ടോ വെറുതെ കൈ കഴുകിയതുകൊണ്ട് ശരിയാവില്ല. അതിലെ അണുക്കൾ കൃത്യമായിട്ട് പോകണമെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ വേണം കൈ കഴുകാൻ. ഇനി ഇതാ എൻ്റെ വൃത്തിയുള്ള കൈകൾ, ഞാൻ നഖം വെട്ടി വൃത്തിയാക്കി. അതുപോലെ തന്നെ വളരെയധികം പ്രധാനമുള്ള ഒന്നാണ് നഖം വെട്ടുക എന്നുള്ളതും. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നഖത്തിന്റെ ഇടയിലൊക്കെ ചെളി വന്നിരിക്കും അല്ലെ. അപ്പൊ അതും അണുക്കളാണ്, നമുക്ക് ഒരുപാട് രോഗങ്ങൾ പകരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് നഖവും നിങ്ങൾ നന്നായി വെട്ടി വൃത്തിയാക്കണം. കൈകൾ പൂർണ്ണമായി വൃത്തിയുള്ളതാവണമെങ്കിൽ കൈകളിലെ നഖം വെട്ടി വൃത്തിയാക്കണം. അല്ലെങ്കിൽ നഖത്തിനടിയിൽ അടിഞ്ഞുകൂടുന്ന അഴുക്കുകൾ ഭക്ഷണത്തോടൊപ്പം ശരീരത്തിനുള്ളിലെത്തും. കുട്ടികളുടെ മറ്റു സംശയങ്ങൾക്ക് ഡോക്ടർ നൽകിയ
നൽകിയ ഉത്തരങ്ങൾ കൂടി അലൻ തന്റെ നോട്ട്ബുക്കിൽ എഴുതിയിരുന്നു. അത് നമുക്കൊന്ന് വായിക്കാം. എന്താണ്? വൃത്തിയില്ലാത്തതോ അഴുക്കുപുരണ്ടതോ നനഞ്ഞതോ ആയ വസ്ത്രങ്ങൾ ധരിക്കരുത്. അതുപോലെ തന്നെ രോഗാണുക്കൾ എന്താണ്ടാവുക? ഇവയിൽ നിന്ന് രോഗാണുക്കൾ വളരും. അങ്ങനെ ചൊറി, ചുണങ്ങ് തുടങ്ങിയ രോഗങ്ങൾ ഉണ്ടാകും. രാവിലെ ഭക്ഷണത്തിന് മുമ്പും രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷവും പല്ലുകൾ ബ്രഷ് ചെയ്ത് വൃത്തിയാക്കണം, അല്ലെങ്കിൽ പല്ലുകൾക്ക് കേടുവരാം. മാസ്ക് ധരിക്കുന്നത് എന്തിനാണ് എന്ന സംശയത്തിനുള്ള ഉത്തരം അലൻ എഴുതാൻ വിട്ടുപോയി. അലനെ സഹായിക്കാമോ? എന്തിനാണ് മാസ്ക് ധരിക്കുന്നത്? മറ്റുള്ളവരെ തുമ്മുമ്പോഴും അതുപോലെ തന്നെ ചുമക്കുമ്പോഴും അതിലെ അണുക്കൾ നമ്മുടെ മൂക്കിലേക്ക് വരാതിരിക്കാനും ചുറ്റുപാടുമുള്ള പൊടിപടലങ്ങൾ മൂക്കിലേക്ക് വന്ന് അസുഖങ്ങൾ പരക്കാതിരിക്കാനുമാണ് നമ്മൾ മാസ്ക് ധരിക്കുന്നത്. ഓക്കെ. വൃത്തിയുള്ള പല്ലുകൾ വൃത്തിയാക്കേണ്ടതിന്റെ പ്രാധാന്യം നിങ്ങൾക്കറിയാമല്ലോ. എല്ലാ കൂട്ടുകാരും 2 നേരവും പല്ല് തേക്കുന്ന കൂട്ടുകാരാവും അല്ലെ. അപ്പൊ നിങ്ങളുടെ പല്ല് തേക്ക് ശരിയായ രീതിയിലാണോ എന്ന് ഈ ചിത്രത്തിലൂടെ നിങ്ങൾ നോക്കുക. ബ്രഷ് ചെരിച്ചു പിടിക്കുക, മുന്നോട്ടും പിന്നോട്ടും ബ്രഷ് ചെയ്യുക, മുകൾ നിരയിലെ പല്ലുകൾ മുകളിൽ നിന്നും താഴോട്ടും കീഴ്നിരയിലെ പല്ലുകൾ താഴെ നിന്നും മുകളിലോട്ടും ബ്രഷ് ചെയ്യുക. ഇനി ചവക്കാൻ ഉപയോഗിക്കുന്ന പല്ലുകളുടെ പ്രതലം മുന്നോട്ടും പിന്നോട്ടും നന്നായി ബ്രഷ് ചെയ്യുക. പല്ലുകളുടെ അകവശവും ബ്രഷ് ചെയ്യുക. ബ്രഷ് ഉപയോഗിച്ച് തന്നെ നാവും വൃത്തിയാക്കുക. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ശരിയായ രീതിയിൽ പല്ല് തേക്കേണ്ടത്. ഇനി പല്ല് തേക്കലിന്റെ ശരിയായ രീതി ക്ലാസ്സിൽ അവതരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ അതുപോലെ ഒന്ന് ചെയ്തു നോക്കുക. ഇനി വൃത്തിയുള്ള ശരീരം വൃത്തിയാക്കുന്നതിന് കുളി അത്യാവശ്യമാണ്. നിങ്ങൾ കുളിക്കുന്ന രീതി ആംഗ്യത്തിലൂടെ അവതരിപ്പിക്കാമോ? അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെയാണ് കുളിക്കുന്നത് എന്ന് ഒന്ന് അവതരിപ്പിച്ച് നോക്കുക. അപ്പൊ മനസ്സിലാവും ശരിയായ രീതിയിലാണോ എന്ന് ടീച്ചർ പറഞ്ഞു തരും. എല്ലാ ദിവസവും കുളിക്കണം. ശരീരഭാഗങ്ങൾ നന്നായി സോപ്പിട്ട് കഴുകി വൃത്തിയാക്കണം. മലിനമായ വെള്ളത്തിൽ കുളിക്കരുത്. ശരീരം തോർത്തുന്നതിനായി ഉണങ്ങിയതും വൃത്തിയുള്ളതുമായ തോർത്ത് ഉപയോഗിക്കണം. മറ്റുള്ളവരുടെ തോർത്ത് ഉപയോഗിക്കാതിരിക്കണം. ഉപയോഗത്തിന് ശേഷം തോർത്ത് കഴുകി ഉണക്കി സൂക്ഷിക്കണം. കൈ കഴുകല്, പല്ല് തേക്കല്, കുളി എന്നിവയുടെ ശരിയായ രീതികൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇനി ശുചിത്വശീലവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ വീട്ടിലുള്ളവരുമായി ചർച്ച ചെയ്യണം. അവർക്കും കൂടെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. വ്യക്തി ശുചിത്വം പാലിച്ചില്ലെങ്കിൽ പലവിധ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. വയറിളക്കം, ജലദോഷം, ചൊറി, ചുണങ്ങ് തുടങ്ങിയവ അവയിൽ ചിലതാണ്. ശുചിത്വം പാലിച്ചാൽ പല രോഗങ്ങളെയും നമുക്ക് അകറ്റി നിർത്താനും സാധിക്കും. ഇനി വ്യക്തി ശുചിത്വത്തിനായി നാം എടുക്കുന്ന തീരുമാനങ്ങൾ. എന്തൊക്കെ തീരുമാനങ്ങളാണ്? എന്റെ ശുചിത്വം എന്റെ ഉത്തരവാദിത്തം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് തീരുമാനങ്ങൾ എഴുതണം. എന്തൊക്കെ എഴുതാം? നമുക്ക് ആദ്യം എഴുതാം. എല്ലാ ദിവസവും കുളിക്കും. ഓക്കെ, എല്ലാ ദിവസവും കുളിക്കും. ദിവസവും രാവിലെയും രാത്രിയും പല്ല് തേക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നഖം മുറിക്കും. കൈകൾ ഇടയ്ക്കിടെ സോപ്പിട്ട് കഴുകും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ 4 കോളത്തിൽ എഴുതേണ്ടത്. ഒന്നും കൂടെ പറയാം. എല്ലാ ദിവസവും കുളിക്കും. ദിവസവും രാവിലെയും രാത്രിയും പല്ല് തേക്കും. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നഖം മുറിക്കും. കൈകൾ ഇടയ്ക്കിടെ സോപ്പിട്ട് കഴുകും. ഓക്കെ. ഇനി പരിസര ശുചിത്വമാണ്. നമുക്കൊരു നാടകം കളിക്കാം. കഥാപാത്രങ്ങളായിട്ട് മണിയനീച്ചയും കടുവ കൊതുകും ചിണ്ടനെലിയുമാണുള്ളത്. രംഗം ഒന്ന് നോക്കൂ. ഈച്ചയും കൊതുകും കണ്ടുമുട്ടുന്നു. കൊതുക് പറയാണ്, ഹലോ മിസ്റ്റർ മണിയൻ, എന്നെ പരിചയമുണ്ടോ? ഈച്ച, പരിചയമുണ്ടെന്നോ? ചേട്ടൻ മനുഷ്യരുടെ രക്തം കുടിക്കുന്ന വീരനല്ലേ? നിരവധി രോഗങ്ങൾ പരത്തുന്ന ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ സന്തോഷം. അപ്പൊ കൊതുക് പറയാണ്, അതെ അതെ, ഞാൻ കാരണം മനുഷ്യർക്ക് ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, മലേറിയ, മന്ത് തുടങ്ങിയ രോഗങ്ങൾ പകരുന്നു. അതെനിക്ക് വലിയ വിഷമം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്തു ചെയ്യും? ഈച്ച, ചേട്ടൻ എവിടെയാണ് താമസം? അപ്പോൾ കൊതുക് പറയാണ്, ഈ നഗരത്തിൽ തന്നെ അഴുക്കുചാലിനരികെ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന വീടില്ലേ, അവിടെ അഴുക്കുവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ അവിടെ മുട്ടയിട്ട് പെരുകി സ്ഥലം കൈയടക്കി. ഇതുപോലെ ഈച്ചയും എലിയും എന്താവും പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈച്ച പറയും എന്താണ്, ഞാൻ ഉണ്ടാക്കുന്ന രോഗങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയും. എലിയും പറയും, അപ്പോൾ ഞാൻ ഇന്ന സ്ഥലങ്ങളിലൊക്കെയാണ് താമസിക്കുന്നത്, ധാന്യങ്ങളൊക്കെ ഉള്ള ധാന്യപ്പുരയിലൊക്കെ താമസിക്കാറുണ്ട് എന്നൊക്കെ പറയും അല്ലേ. അവരുടെ സംഭാഷണം കൂടി കൂട്ടിച്ചേർത്ത് നാടകം പൂർത്തിയാക്കിയ നാടകം ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ടീച്ചറുടെ സഹായത്തോട് കൂടിയിട്ട് ഇത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഈ നാടകത്തിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? എലി, ഈച്ച, കൊതുക് അല്ലെ. അവ പെരുകുന്ന സാഹചര്യങ്ങൾ ഏതെല്ലാമാണ്? നമ്മുടെ കൊതുക് പറഞ്ഞിരുന്നു വെള്ളത്തിലൊക്കെ മുട്ടയിട്ടിട്ടാണ് ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു അല്ലെ. എലി പ്രധാനമായിട്ടും ഈ ധാന്യപ്പുരകൾ, അതുപോലെ തന്നെ കൃഷിയുടെ സാധനങ്ങൾ, കൃഷിയിടങ്ങൾ ഇവിടെയൊക്കെ നന്നായിട്ട് കാണാറുണ്ട്. ഈച്ചയും ഇതേപോലെ തന്നെ നല്ല പുല്ലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നന്നായിട്ട് ഈച്ച പെരുകാറുണ്ട്. ഭക്ഷണാവശിഷ്ടങ്ങളിൽ നിന്നും ഈച്ചകൾ പെരുകാറുണ്ട്.
ഇനി അവ മനുഷ്യർക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ? ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ വീടും പരിസരവും വൃത്തിയുള്ളതായിരിക്കണം. വൃത്തിയില്ലാത്ത ഇടങ്ങളിലാണ് കൊതുക്, ഈച്ച, എലി മുതലായവ പെരുകുന്നത്. ഇത്തരം ജീവികൾ പെരുകുന്നത് പല രോഗങ്ങളും പടരാൻ കാരണമാവുന്നുണ്ട്. ഓക്കെ, ഇനി പകർച്ചവ്യാധികളെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും ഡ്രൈ ഡേ പ്രവർത്തനങ്ങൾ നടത്തി. പഞ്ചായത്തിലെ ചില വാർഡുകളിൽ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തതിനാൽ രോഗാണുവാഹകരായ കൊതുകുകൾ പെരുകുന്നത് തടയുന്നതിനാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. അപ്പോൾ നമ്മുടെ സ്കൂളുകളിലും ഒക്കെ നടത്താറുണ്ട് അല്ലേ, ഡ്രൈ ഡേ ആചരിക്കാറുണ്ട് അല്ലേ. ഇനി എന്താണ് ഡ്രൈ ഡേ എന്ന് കൊടുത്തിട്ടുണ്ട്? നമ്മുടെ പരിസരത്ത് ഉപേക്ഷിക്കപ്പെട്ട പാത്രങ്ങൾ, ചിരട്ട, ടയർ കുപ്പി, കുപ്പിയുടെ അടപ്പ്, കളിപ്പാട്ടങ്ങൾ തുടങ്ങി വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള ധാരാളം വസ്തുക്കളുണ്ട്. ഇവയിൽ കൊതുകുകൾ മുട്ടയിടാൻ സാധ്യതയുണ്ട്. 8 ദിവസം കൊണ്ട് മുട്ട വിരിഞ്ഞ് പൂർണ്ണ വളർച്ചയിലെത്തും. അതിനാൽ ഓരോ 7 ദിവസത്തിലും ഇത്തരം വസ്തുക്കളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം മറിച്ചു കളയുകയും വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ നീക്കം ചെയ്യുകയും ചെയ്യണം. ഈ ശുചീകരണ പ്രവർത്തനത്തെയാണ് നമ്മൾ ഡ്രൈ ഡേ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നോക്കൂ. ജലത്തിലൂടെയും രോഗം പകരാം. പരിസര പ്രദേശങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മലിനജലത്തിലൂടെയും ശുദ്ധമല്ലാത്ത കുടിവെള്ളത്തിലൂടെയും രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വയറിളക്കം, മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾ ജലത്തിലൂടെ പകരാറുണ്ട്. ഈ രോഗങ്ങൾ വരാതിരിക്കാൻ നമുക്ക് എന്തെല്ലാം മുൻകരുതലുകൾ എടുക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്? ഒന്നിവിടെ കൊടുത്തിട്ടുണ്ട്, കുടിക്കാൻ തിളപ്പിച്ചാറിയ ജലം ഉപയോഗിക്കുക അല്ലെ. തിളപ്പിച്ചാറിയ ജലം ഉപയോഗിക്കുമ്പോൾ അതിലെ അണുക്കളൊക്കെ നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് എന്താണ്, രോഗപ്രതിരോധ ശേഷി വരാനും അതുപോലെ തന്നെ രോഗം വരാതിരിക്കാനും സഹായിക്കുന്നുണ്ട്. ഇനി മറ്റെന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നാണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നല്ല ശുചിത്വം, വീടും പരിസരവും ശുചിയായിട്ട് വൃത്തിയായിട്ട് സൂക്ഷിക്കാം. അതുപോലെ വീട്ടുപരിസരത്തും മറ്റുമായി കെട്ടിക്കിടക്കുന്ന ജലം ഒഴിവാക്കാം. കിണറുകൾക്ക് വലയിട്ട് മൂടാം. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി എന്താണ് പാനീയ ചികിത്സ എന്ന് പറയുന്നുണ്ട്. വയറിളക്ക രോഗങ്ങൾ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിലെ ജലാംശം നഷ്ടപ്പെടുന്നു. നഷ്ടപ്പെട്ട ജലാംശം ശരീരത്തിന് തിരിച്ചു നൽകണം. ഇതിനായി താഴെ പറയുന്നവ രോഗിക്ക് കൊടുക്കാം. ഉപ്പിട്ട കഞ്ഞിവെള്ളം കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പും പഞ്ചസാരയും ചേർത്ത നാരങ്ങാ വെള്ളം കൊടുക്കാം. ഉപ്പിട്ട സംഭാരം കൊടുക്കാം. കരിക്കിൻ വെള്ളം കൊടുക്കാം. പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന ORS തിളപ്പിച്ചാറിയ ജലത്തിൽ കലക്കി ഇടയ്ക്കിടയ്ക്ക് നൽകുകയും ചെയ്യണം. ഓക്കെ, ഇനി അടുത്തത് എൻ്റെ വിദ്യാലയം ശുചിത്വ വിദ്യാലയം എന്നുള്ളതാണ്. നമുക്ക് അടുത്ത പാർട്ടിൽ നോക്കാം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾ, ഇംഗ്ലീഷ്, മാത്ത്, എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, മലയാളം. അപ്പോൾ എല്ലാ കൂട്ടുകാരും പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.